പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആദ്യമായി ലൈനപ്പ് ചെയ്തിരിക്കുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള അടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിലവിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് അവർ തുഴയുന്ന വിയപുരം ചുണ്ടൻ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണത്തെ ഈ മത്സരത്തിന്റെ ചിത്രമെടുത്താൽ പള്ളാത്തുരുത്തി ആണ് ഒന്നാം സ്ഥാനം. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു. അവർ വിയപുരം ചുണ്ടൻ ആണ് തുഴഞ്ഞത്. അവരായിരുന്നു ഒന്നാം സ്ഥാനത്തെത്തിയത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തുടർച്ചയായ 4ാം കിരീടമായിരുന്നു അത്. പള്ളാത്തുരുത്തി ഇതാ ലൈനപ്പ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ചുണ്ടൻ വള്ളമായി ലൈനപ്പ് ചെയ്തിരിക്കുന്നത് പള്ളാത്തുരുത്തിയാണ്. തൊട്ടു പിന്നാലെയായി 19 ചുണ്ടൻ വള്ളങ്ങളും ഇപ്പോൾ ലൈനപ്പ് ചെയ്യും. മാസ് ഡ്രില്ലിന് വേണ്ടിയുള്ള ലൈനപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രമുഖർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന സദസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് വിസിലുയരും. ഇത് ഓണാഘോഷവും ഒക്കെയായി ബന്ധപ്പെട്ട് അനവധി ജലോത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അടക്കം കണ്ടു കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ലോകത്താകമാനം പ്രശസ്തി നേടിയ തൃശ്ശൂരിന് പൂരം എങ്ങനെയാണോ അതുപോലെ തന്നെ ആലപ്പുഴയുടെ ആഘോഷമായ നോക്കൂ, നമുക്ക് ഇവിടെ മാസ്റ്ററിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങളാകെ ഇവിടെ അണിനിരക്കുന്ന കാഴ്ച കാണാം. ഓരോരോ വള്ളങ്ങളായി അവിടെ മാസ്റ്ററിന് വേണ്ടി എത്തുകയാണ്. അവരവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് മാസ്റ്ററിന് വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ഒരു വള്ളം അവർക്ക് മാസ്റ്ററിന് അവരുടെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. അതിന് തൊട്ടടുത്ത് മറ്റൊരു ചുണ്ടൻ എത്തുന്നു. അതിന് മുന്നിൽ മറ്റൊരു ചുണ്ടനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പുന്നമടയുടെ ഈ കരകളിലാകെ ഇപ്പോൾ അവരെ പിടിച്ചിട്ടിരിക്കുന്ന മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളും മാസ്റ്ററിൽ അണിനിരക്കാൻ വേണ്ടി അവിടേക്ക് പോകും. അവിടെയാണ് പവലിയൻ. ആ പവലിയന് മുന്നിലാണ് മാസ്റ്ററിനായി ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കേണ്ടത്. ഇപ്പോൾ 2:40 ആയിരിക്കുന്നു. 3 മണിക്ക് മാസ്റ്ററിൽ കഴിഞ്ഞാൽ പിന്നീട് 3 മണി തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങണം എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒരു സമയക്രമമുണ്ട്, അത് പാലിച്ച് തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ അത് 3 മണിക്ക് തന്നെ അപ്പോൾ ആദ്യ ഹീറ്റ്സ് തുടങ്ങണം. അരുൺ രാജ് സ്റ്റാർട്ടിംഗ് പോയിന്റിലുണ്ട്. അരുൺ രാജ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞാലുടൻ, ഇപ്പോൾ ഈ മാസ്റ്ററിൽ കഴിഞ്ഞാലുടൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങണം. അവിടെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ആദ്യ ഹീറ്റ്സ് മുതൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് കടുകട്ടി ആരും വിട്ടുകൊടുക്കാത്ത പോരാട്ടമാണല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, എന്തായാലും ആവേശം അതിന്റെ വാനോളം എത്തുമ്പോൾ അവസാനഘട്ട തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ മാസ്റ്ററിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് പൂർത്തിയായാൽ ഇവിടേക്ക് അവർ എത്തും. ഈ കാണുന്ന സ്ഥലത്തായിരിക്കും, ഈ കാണുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തുകയാണ്. പരിശോധനകൾ പൂർത്തിയായാൽ ഉടൻ തന്നെ ആദ്യ ഹീറ്റ്സിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകും. ഈ തയ്യാറെടുപ്പുകൾ സംഘാടകർ അറിയിച്ചാൽ ഉടൻ തന്നെ 5 റൗണ്ടായാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കുന്നത്. 5 റൗണ്ടുകളായി 19 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കും. 5 റൗണ്ടുകളിൽ ആരൊക്കെയാണ് മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്നത് അവർക്കായിരിക്കും കൂടുതൽ ഈ അവസാന റൗണ്ടിലേക്ക്, അവസാന ഹീറ്റിൽ പങ്കെടുക്കാനുള്ള അവസരമായി എത്തുക. എന്തായാലും ആവേശം വലിയ തോതിലുണ്ട്. സലീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീം, എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ആവേശം? അരുൺ, വലിയ ആവേശം. അത് ഈ അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി ഇതാ ഈ പുന്നമടക്കായലിലെ ഓളപ്പരപ്പിന് തീ പിടിക്കാൻ പോവുകയാണ്. തീ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ എല്ലാ നിലയിലും അതിൻ്റെ ഒരു ഫിക്ചർ ഇപ്പോൾ ആദ്യ റൗണ്ടിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏത് വള്ളം ഏത് ട്രാക്കിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഹീറ്റിൽ മത്സരിക്കുന്നത് പായിപ്പാടനും ആലപ്പാടനും ആയപ്പറമ്പ് പാണ്ടിയും ആനാമിയുമാണ്. അതിൽ തന്നെ വലിയ ശക്തരായ ഓരോ ഹീറ്റ്സിലും മത്സരം കടികെട്ടുകയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു തർക്കമില്ല. കാരണം മുൻപത്തേതിനേക്കാളുള്ള തുല്യ ശക്തികളാണ് ഓരോ ഹീറ്റ്സിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ്സിലെ വിജയി അല്ല ഫൈനലിലേക്ക് എത്തുന്നതെങ്കിൽ പോലും ഓരോ ഹീറ്റ്സിനും വലിയ ആവേശമുണ്ട്. ആ ഹീറ്റ്സിൽ ആര് മുന്നിലെത്തുന്നു എന്നതുപോലും വലിയ ആവേശം അതിൻ്റെ പരകോടിയിൽ എത്തിക്കുന്നതിൻ്റെ ഇതാണ്. 2ാം ഹീറ്റ്സിലേക്ക് പോകുമ്പോൾ 2ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ശ്രീവിനായകനും ചമ്പക്കുളവും സെന്റ് ജോർജും ജവഹർ തായങ്കരിയുമാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പുതുക്കിപ്പണിത് മനോഹരമാക്കി കൊണ്ടുവരുന്നു പുന്നമട ബോട്ട് ക്ലബ്ബാണ്. അവർക്ക് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തേക്ക് പോയതാണ്. സ്വാഭാവികമായും മത്സരം കടുകട്ടിയാക്കാനുള്ള ശ്രമം നടത്തും. ഉറപ്പായും. കാരണം അവർ ആ മൈക്രോ സെക്കൻഡിന്റെ പരാജയപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുക, വലിയ ആവേശത്തിൽ ഇത്തവണ ഉറപ്പായും 1ാം സ്ഥാനം നേടും, ഇത്തവണ വെള്ളിക്കിരീടം സ്വന്തമാക്കും എന്ന് ഒരു അർത്ഥശങ്കകളും ഇല്ലാതെ അവർ പറയുകയാണ്. ആ ആവേശം അവർക്കുണ്ട്. 3ാമത്തെ റൗണ്ട്, അതാണ് ഏറ്റവും കരുത്തർ എന്ന് പറയുന്നത്. അതായത് ആ റൗണ്ടിൽ മത്സരിക്കുന്ന 4 പേരും നിലവിൽ തുല്യശക്തികളാണ്. തുല്യശക്തികൾ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരേ സമയത്ത് ഫിനിഷ് ചെയ്ത് നിലവിലുള്ള റെക്കോർഡുകൾ കാത്തുസൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 3ാമത്തെ ഹീറ്റ്സ് ആയിരിക്കും ഈ മത്സരത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു
വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത്. അതിൽ ചെറുതന പുത്തൻ ചുണ്ടനും തലവടി ചുണ്ടനും സെന്റ് പൈൻസ് 10th പായിപ്പാടനുമാണ് മത്സരിക്കുന്നത്. ഈ 4 ടീമുകളുടെയും പ്രത്യേകത, ഈ 4 ടീമും ഇഞ്ചോടിഞ്ച് ഒരേ സമയത്തിൽ തുഴയുന്നവരാണ്, അതേ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ്സിൽ ആരായിരിക്കും വിജയ് എന്നത് വലിയ ആവേശം, വലിയ കൗതുകം ഉള്ളതാണ്. അതിനുശേഷം 4ാമത്തെ ഹീറ്റ്സിലേക്ക് വരുമ്പോൾ 4ാമത്തെ ഹീറ്റ്സിൽ നിരണം ചുണ്ടനും വിയപുരവും നടുഭാഗവും കരുവാറ്റയുമാണ് നൽകുകയായിരുന്നു. അവിടുന്ന് സലീം മാലിക് നൽകുകയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. അല്പസമയത്തിന് ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 2:40 ആയിരിക്കുന്നു. ഇനിയിപ്പോൾ കേവലം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. മാസ്റ്ററിൽ കഴിയാൻ പോകുന്നു. മാസ്റ്ററിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ ഏതാണ്ട് മാസ്റ്ററിൽ കഴിയുമ്പോൾ തന്നെ ആദ്യ ഹീൽസ് തുടങ്ങാണ്. കൃത്യം 3 മണിക്ക് തന്നെ ഹീൽസ് തുടങ്ങാനാണ് ആലോചന. അധികം വൈകില്ല, കാര്യം ഇതിൻ്റെ സമയക്രമം ഏതാണ്ട് കൃത്യമാണ്. അധികം വൈകില്ലെന്ന് മാത്രമല്ല, മത്സരങ്ങളും അല്പം പോലും വൈകാതെ പടപടപടേത് മത്സരങ്ങൾ പൂർത്തിയാവുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞാൽ കണ്ണടച്ച് തീരും മുമ്പേ കുറേ അധികം വള്ളങ്ങൾ ചാട്ടുടി പോലെ പായും, ഇടിയും മിന്നലും എല്ലാം ഒന്നിച്ചു വരും. പട്ടപടേതെല്ലാം കൂടെ കഴിയുന്ന കാഴ്ച നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്. ഇക്കുറിയും അതാവാനേ തനമുള്ളൂ. ഇവിടെ എല്ലാ വള്ളങ്ങളും ട്രാക്ക് എൻട്രി നടത്തി കഴിഞ്ഞിരുന്നു. എല്ലാ വള്ളങ്ങളും അവരുടെ ശക്തി അറിയിച്ചിരിക്കുന്നു. അതിൽ PBC ആവട്ടെ, VBC ആവട്ടെ, UBC ആവട്ടെ, നടുഭാഗമാവട്ടെ, തലവടിയാവട്ടെ, ഏത് ചുണ്ടനാവട്ടെ, ഏത് ബോട്ട് ക്ലബാവട്ടെ, എല്ലാവരും അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിലാണ്. കപ്പെടുക്കൽ മാത്രമാണ് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആ കപ്പടിക്കാൻ വേണ്ടിയാണ് പോയ കാലങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇവരുടെ കഠിനാധ്വാനം അവസാന ഫൈനൽ ലാപ്പിൽ, അവസാന മിനിറ്റിൽ, അവസാന മൈക്രോ സെക്കൻഡിൽ കപ്പടിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇവിടെ വള്ളങ്ങൾ അങ്ങനെ പോവുകയാണ്. അവിടെ മാസ്റ്ററിൽ എല്ലാവരും ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. എല്ലാ ചുണ്ടൻ വള്ളങ്ങളും 19 എണ്ണവും അവിടെ അണിനിരക്കുകയാണ്. അവിടെ അണിനിരുന്നുകൊണ്ട് മാസ്റ്ററിൽ അതിമനോഹരമായ മാസ്റ്ററിലാണ് ഈ ചുണ്ടനുകൾ ഈ ചുണ്ടനുകൾ ആ മാസ്റ്ററിൽ പങ്കെടുക്കുന്നുണ്ട്. അത് നയനമനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റാണ്. അത് പുന്നമടയുടെ ഓളപ്പരപ്പിൽ നയനമനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റാണ് കാണാൻ പോകുന്നത്. അവിടെ കഴിയുന്നു. അല്പസമയത്തിന് മാസ്റ്ററിൽ അധിക സമയം ഉണ്ടാവില്ല. മാസ്റ്ററിന് ഉള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മാസ്റ്ററിന് ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് നമ്മൾ പറയുന്നത് വെറുതെ അല്ല. ഇവിടെ മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളും മാസ്റ്ററിന് തയ്യാറായിരിക്കുന്നു. അവർ തുഴക്കാർ സജ്ജരാണ്. അവരുടെ കയ്യിലെ തുഴകൾ അവരുടെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ്. മാസ്റ്ററിൻ്റെ വിസിൽ മുഴങ്ങുന്നതോടെ അവരുടെ തുഴ മുകളിലേക്ക് ഉയർത്തി അഭിവാദ്യം ചെയ്ത് അവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ ആദ്യ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. പിന്നെ ഓരോ ഹീറ്റ്സ് മത്സരം തുടങ്ങി പുരോഗമിക്കുന്നതിനനുസരിച്ച് അടുത്ത ഹീറ്റ്സ് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വേഗത്തിൽ 5 ഹീറ്റ്സുകൾ പൂർത്തിയാകും. ഏതാണ്ട് ഓരോ ഹീറ്റ്സിലും 4 വള്ളങ്ങൾ വീതം ആണുള്ളത്. അതിൽ ഒരു ഹീറ്റ്സിൽ മാത്രമാണ് ഒരു വള്ളം കുറവ്. അങ്ങനെ 19 വള്ളമാണ്. ഉദ്ഘാടന ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. മനീഷ് മഹിപാൽ ഉദ്ഘാടന ചടങ്ങിന്റെ വിവരങ്ങൾ നൽകും. മനീഷെ, ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണോ? നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ മാസ്റ്ററിൽ എല്ലാവരും സജ്ജരായി നിൽക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? വിജയകുമാർ, ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പ്രധാനപ്പെട്ട ഉദ്ഘാടകൻ. അധ്യക്ഷൻ മന്ത്രി P. പ്രസാദ് ആണ്. ഒപ്പം തന്നെ കൊടിക്കുന്ന് സുരേഷ് MP, PP ചിത്രഞ്ജൻ MLA അടക്കമുള്ള ആളുകളുണ്ട്. ഈ ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മാസ്റ്ററിലാണ് 19 ചുണ്ടൻ വള്ളങ്ങൾ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന് വേണ്ടിയിട്ടുള്ള ട്രയലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ജലമാമാങ്കം, അതായത് നമ്മൾ കാത്തിരുന്ന 2024 നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 5 ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും വലിയ മത്സരം നടക്കുക എന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന 2ാം ഹീറ്റ്സും 4ാം ഹീറ്റ്സും അടക്കമുള്ള മത്സരങ്ങളുണ്ട്. അതിൽ 1ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് പായിപ്പാടനും ആലപ്പാടനും ആയാപുരപ്പനാണ്. ആനാരി ചുണ്ടനുണ്ട്. എന്താണെങ്കിലും അത് സംബന്ധിച്ചുള്ള ക്രമീകരണം ഈ 19 ചുണ്ടൻ വള്ളങ്ങളും നെഹ്റു ട്രോഫിയുടെ ഈ പുന്നമടയിൽ അണിനിരക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നിമിഷങ്ങൾക്കകം തന്നെ വള്ളംകളി മത്സരങ്ങൾ ആരംഭിക്കും. 2ാം ഹീറ്റ്സിൽ മത്സരിക്കുന്ന വള്ളങ്ങളെ സംബന്ധിച്ച് ശ്രീ വിനായകൻ ചമ്പക്കുളം, സെന്റ് ജോർജ്, ജവഹർ താങ്കർ അടക്കമുള്ള വള്ളങ്ങൾ പങ്കെടുക്കുന്നു. 3ാം ഹീറ്റ്സിൽ ചെറുതന ചുണ്ടനുണ്ട്, തലവടി ചുണ്ടനുണ്ട്, സെന്റ് പയസ് ടെന്റ്, പായിപ്പാടനുണ്ട്. 4ാം ഹീറ്റ്സിൽ ആണെങ്കിൽ തീവാർ എന്ന പോരാട്ടമായിരിക്കും 4ാം ഹീറ്റ്സിൽ ഇറങ്ങേറുക. 4ാം ഹീറ്റ്സിൽ നിരണം ചുണ്ടനുണ്ട്, വിയപുരമുണ്ട്, ഒപ്പം തന്നെ നടുഭാഗമുണ്ട്, കരുവാറ്റയുണ്ട്. 5ാം ഹീറ്റ്സിൽ അതിലും വലിയ പോരാട്ടം നടക്കുന്നു. 5ാം ഹീറ്റ്സിൽ വലിയ ദിവാൻജി, മേൽപ്പാടം, കാരിച്ചാൽ. 5ാം ഹീറ്റ്സിൽ 3 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങളിൽ ഇതിൽ ഏറ്റവും മികച്ച സമയത്ത് ഏറ്റവും അതിൽ നിരണമാണ്, വിയപുരം, നടുഭാഗം, കരുവാറ്റ. അവിടെ തീവാറും മനീഷെ, അവിടെ തീവാറും